വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ യുവതിയെയും പിതാവിനെയും അടക്കം ഒരു കുടുംബത്തിലെ 5 പേരെ യുവാവ് വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആലപ്പുഴ ചെന്നിത്തലയിലാണ് ഈ സംഭവം ഉണ്ടായത്. കാരാഴ്മ സ്വദേശിയായിട്ടുള്ള റാഷുദ്ദീനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേരെയാണ് ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം ആക്രമണമുണ്ടായത്. സംഭവത്തിൽ ഇവരുടെ പ്രദേശവാസി തന്നെയായ സമീപവാസി തന്നെയായ രഞ്ജിത്ത് രാജേന്ദ്രൻ എന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റാഷിദിന്റെ മകൾ സജ്ന മുൻപ് വിവാഹിതയായിരുന്നു. എന്നാൽ 1.5 വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടത്തിൽ സജ്നയുടെ ഭർത്താവ് മരണപ്പെടുന്നു. ഇതിനുശേഷം ഈ പ്രതിയായ രഞ്ജിത്ത് ഈ സജ്നയോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ ഈ രഞ്ജിത്തിന്റെ സ്വഭാവത്തിൽ ചില വൈകല്യങ്ങൾ ഉള്ളതിനാൽ ആ വിവാഹ അഭ്യർത്ഥന യുവതി നിഷേധിക്കുകയായിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. സജ്ന വിദേശത്താണ് ഉണ്ടായിരുന്നത്. കുവൈറ്റിലെ ജോലി സ്ഥലത്ത് നിന്നും ഇന്നലെ രാവിലെയാണ് നാട്ടിലെത്തിയത്. പിന്നീട് കുടുംബത്തോടൊപ്പം വീട്ടിൽ ഇരിക്കുമ്പോൾ ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം ഈ രഞ്ജിത്ത് വെട്ടുകത്തി അടക്കമുള്ള മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. എത്തിയതിനു ശേഷം ആദ്യം സജ്നയെ വിളിച്ച് പുറത്തേക്കിറത്തുന്നു, സജ്നയെ വെട്ടുന്നു. ഇത് കണ്ടുകൊണ്ടെത്തിയ പിതാവിനും സജ്നയുടെ മാതാവിനും സഹോദരനും അടക്കം 5 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇപ്പോൾ സജ്നയുടെ പിതാവ് റാഷിദിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സജ്ന ഇപ്പോഴും വണ്ടാനത്തെ ആശുപത്രിയിൽ തുടരുകയാണ്. മറ്റു 3 പേരുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. രാത്രിയിലൊരു 10 മണി കഴിഞ്ഞ് 10:30 ആയി കാണും. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് അവൾ വന്നതിൻ്റെ ആ സന്തോഷത്തിന് അതുങ്ങളുടെ എല്ലാം കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് വരും. അപ്പോൾ ഞാൻ എൻ്റെ 2 കൊച്ചുമക്കളെയും കൊണ്ട് ഇതിനകത്തോട്ട് കയറി അന്നേരം ഇവിടെ കയറി കുഞ്ഞിനെ കുളിപ്പിക്കാൻ നേരം കുഞ്ഞ് ഇവിടെ വിളിച്ചു കേൾക്കുന്നത് കേട്ട് ഇറങ്ങി വന്നപ്പോൾ കുഞ്ഞ് രക്തത്തിൽ കുളിച്ച് കിടക്കുക. പിന്നെ കാണുന്ന ഇവിടെ എൻ്റെ മരുമോളെയും കൊച്ചുമോനെ ഒരു 5 പേരെയാണ് വെട്ടിയേക്കുന്നത്. 2 പേരെ ബ്ലേഡിന് കഴുത്തിന്, മരുമോനെ കഴുത്തിന് ബ്ലേഡും മോനെയും കഴുത്തിന് ബ്ലേഡിന് വെച്ച്. അവൻ്റെ മോനെയും ഭാര്യയും കൈക്ക് വെട്ടി. കൊച്ചുമോളെ ആദ്യം ക്രൂരമായിട്ട് അവൻ കൊല്ലാനാണ് നോക്കി. ഇവിടെ വെട്ടിയത് വലത്തു ഭാഗത്തായിരുന്നു കുഞ്ഞിൻ്റെ കൈയുടെ ഇവിടെ. എന്നിട്ട് ആ വാക്കത്തിയുടെ പുറവശം കൊണ്ട് അവൻ കുഞ്ഞിൻ്റെ കൈയുടെ തോളിന് വെട്ടി, പുറം വെച്ച്. അത് കഴിഞ്ഞിട്ട് അവൻ അല്ലാത്തത് വെച്ച് വെട്ടി കുഞ്ഞു ബ്ലഡിനകത്ത് കുളിച്ച് കിടന്ന് എല്ലാവരും കൂടെ കൊണ്ടുപോയി. എന്നിട്ട് രാവിലെ അവൾ 7-7:30 ആയപ്പോഴാണ് വരുന്നത്. തന്നെ 1.5 വർഷം മുന്നേ അവൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട്. കുവൈറ്റിലായിരുന്നു. അവിടെ ഭർത്താവ് മരിച്ചു പോയതായിരുന്നു. അപ്പോൾ അവൾ അവിടെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അവൾ പോയതാണ്. അപ്പോൾ എൻ്റെ മോളും അവിടെ ഉണ്ട്, ഞങ്ങളെല്ലാവരും അവിടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് അവളവിടെ ഒരു മാസം കഴിയുന്നതിന് മുമ്പ് അവിടെ ഭർത്താവ് വെള്ളത്തിൽ വീണ് മരിക്കുന്നത്. പിന്നെ അവളെ 10 ദിവസത്തേക്ക് അർജൻറ്റായിട്ട് കൊണ്ടുവന്ന് ഇവിടെ നടക്കും എല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ 1.5 വർഷം. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ സ്കൂൾ അവധിക്കായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ എൻ്റെ കുഞ്ഞിൻ്റെ അവൾ കണ്ടിട്ടില്ല, 2 ദിവസമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ സ്കൂൾ അവധി ആയതുകൊണ്ട് നിന്ന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞ് വന്നതാണ്. വലിയ സന്തോഷത്തെ അവൾ വന്നതാണ്. ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈയിടെ കേസുമൊക്കെ ആയിരുന്നു. അവളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു, ഫോട്ടോയൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ SP ഓഫീസിലുമൊക്കെ വിളിച്ച് പ്രശ്നം അവനെ ഒത്തുതീർപ്പാക്കി വിട്ടതായിരുന്നു. അവനൊന്നിനും വരത്തില്ലെന്ന്. പക്ഷേ ഇവനെ എല്ലാവരോടും പറയുമായിരുന്നു അവളെ വെട്ടും, കുഞ്ഞിനെ കൊല്ലുമെന്ന് വരെ അവൻ പറയുന്നത്. അവൾ അതുകൊണ്ടാണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അവിടെ കുഞ്ഞിനെ അവൻ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവനല്ല. നമ്മളിവനുമായിട്ട് വലിയ ഇതൊന്നുമില്ല. ഇവിടെ ഉള്ളവരല്ലായിരുന്നു. ഞങ്ങൾ കോടതി ജംഗ്ഷനുള്ളവരാണ്. ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്നതായിരുന്നു. അവനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം എൻ്റെ മുറിവ് ആഴത്തിലുള്ളത്. പിന്നെ മരുമോനുണ്ട്, 13 സ്റ്റിച്ചുണ്ട്. അതും പെടലിക്ക് അറിഞ്ഞുകൊണ്ട് ഓടി വന്ന കുഞ്ഞ്. പിന്നെ ഞങ്ങളുടെ ഈ കുടുംബത്തിലെ 5 പേരെ കുഞ്ഞിന് ഞങ്ങളുടെ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടെ പിടിച്ച് കെട്ടി അവനെ കൊടുത്തത്. അന്നേരം അവൻ പറയുന്നുണ്ട് അവൻ തിരിച്ചു വരുമെന്ന്. ഇന്നലെ മരുമകളോടും ഹോസ്പിറ്റലിൽ വെച്ച് വരെ തിരിച്ചു തരുമെന്ന്. അവന് തീർന്നിട്ടില്ലെന്നുള്ളത് അവനെ വിട്ടാൽ ഞങ്ങളുടെ കുടുംബം അവനില്ലാതാക്കും.